நாங்கள் பார்க்குக்கு வந்துட்டோம். എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഞങ്ങൾ ഡാം കണ്ടു കഴിഞ്ഞിട്ട് ബാക്ക് വാട്ടേഴ്സ് പോവാന്ന് വിചാരിച്ചു. പക്ഷെ ബാക്ക് വാട്ടേഴ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ പാർക്കിൽ പോവാണ്. പാർക്കിൻ്റെ ടൈമിങ്സ് എന്ന് പറയണത് 6 മണി വരെയാണെന്ന് തോന്നുന്നു. അപ്പം എന്നാൽ ശരി, നമ്മൾ നേരെ പാർക്കിൽ പോവാം. பார்க்குக்கு வந்துட்டோம். நெக்ஸ்ட்டு போட் இருக்குது, போட்டிங். ஸோ போட்டிங் போயிட்டு அதுக்கப்புறம் வந்து இங்கே கொஞ்சம் விளாட்றதுக்கெல்லாம் இருக்குது. ஸோ அதுக்கப்புறம் வந்து வரலான் இருக்கோம். ஸோ இவனுக்கு ஏற்ற மாதிரி கொஞ்சம் கேம்ஸ் எல்லாம் இருக்குது. அது ட்ரை பண்ணிவிட்டு அவன் ஹாப்பியாக இருக்கான்னு பார்க்கலாம். இப்போ ஏதோ கொஞ்சம் சேடாக இருக்க மாதிரி வச்சுருக்கான் மூஞ்சி, என்னன்னு தெரியல.
ഗൈസ്, അപ്പോൾ ഗെയിംസൊക്കെ ഫിനിഷ് ചെയ്തു. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. മായോണിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് കളിച്ച ആ ബോൾ ഗെയിമാണ്. ഇപ്പോൾ അവന് ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. അപ്പോൾ ലാസ്റ്റ് കളിച്ച ആ ബോൾ ഗെയിമിൽ ആൾ ഫുൾ ആക്റ്റീവായി. ഇപ്പോൾ ഞങ്ങൾ അടുത്ത് ബോട്ടിങ് പോകാന്നുള്ള ഒരു പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവങ്ങളൊന്നും അറിയില്ല. പോയി നോക്കട്ടെ. എന്താ വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, എന്തായാലും പോയി നോക്കാം. ഗൈസ്, അപ്പോൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. സമയം ഏകദേശം 6 മണി കഴിഞ്ഞു. ബോട്ടിങ് കഴിഞ്ഞു. ഞങ്ങൾ ബോട്ടിങ്ങിന് പോയില്ല. എന്താ വെച്ചാൽ ചെറിയ കുട്ടികളല്ല. അപ്പോൾ ചെറിയ കുട്ടികളെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിറയെ ചെറിയ കുട്ടികൾ പോകണു. പിന്നെ നമ്മളൊരു സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും പോയില്ല. അപ്പോൾ ചേട്ടനും ചേച്ചിയും ഗ്യാനും മാത്രം പോയിട്ട് വന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല ആംബിയൻസ് ആണ്. ഇപ്പോൾ വെയിലൊക്കെ പോയതുകൊണ്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ റീവൈൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഗൈസ്, അമ്മായിമ്മ വേറെ ലെവലാണ് കേട്ടോ. മോഡൽ ഫോട്ടോഗ്രാഫിയാണ് ഇവിടെ. അമ്മായിമ്മയുടെ മോഡൽ ഫോട്ടോഗ്രാഫി. ഗൈസ്, അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. അതായത് വെയിലൊഴിച്ച് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് ഇപ്പോൾ തലവേദനയൊക്കെ തുടങ്ങി. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ ഹോൾ ഫാമിലി ട്രിപ്പാണ്. എൻ്റെ അച്ഛനമ്മയും മാത്രമില്ല, ബാക്കി കുട്ടികളായിട്ട് എല്ലാവരും ഫുൾ ട്രിപ്പാണ്. അപ്പോൾ വളരെ എൻജോയ് ചെയ്തു. നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. കുട്ടികളായിട്ട് വന്ന് ഒരു റിലാക്സ് ചെയ്യാനുള്ള നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഇവിടെ ബാക്കിലൊരാൾ എന്തോ പണിയെടുക്കുന്നുണ്ടല്ലോ. ஃபஸ்ட்டு பார்க்கும்போது பெருசாக ஒன்றும் இல்லை. நாங்கள் ஒரு மத்தியானம் ஈவினிங் ஆகிறதுக்குள்ளே கிளம்பிடுவோம் அப்படின்னு நினச்சோம். ஆனால் ഈവനിങ് ഒരു 8 o'clock കിட்ட ആയിരം പോലെ ഇருக்கு വീട്ടിൽ പോകാൻ. ഡേറ്റ് അല്ല, അതിന് വേറെ ഇപ്പൊ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് പോണതിന് മുമ്പ് നല്ല ടൈം പിടിക്കും. 1 day ഫുള്ള് എടുത്തിരിച്ചതൊക്കെ. അപ്പോൾ സംഭവം അടിപൊളിയായി. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സാം ഓൺ മിഷൻ. ഓക്കെ, ബൈ 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 ബൈ.